എന്റെ പൊന്നാളിയ ക്ലീൻ ചെയ്യാം. പുതിയ ബിസിനസ്സാണ്. നമ്മൾ മറ്റേ ട്രാഫിക് പോലീസിലുള്ള ബോർഡർ പോലീസിൽ നമ്മൾ മാറി ഇപ്പോൾ നമ്മളൊരു പുതിയൊരു ബിസിനസ് തുടങ്ങിയിട്ടുണ്ട്. അതാണ് നമ്മളിത്. അത് ബിസിനസ് ജോലിയായിരുന്നു, അത് മാറി ഇപ്പോൾ ഈ പുതിയൊരു ജോലിയിലേക്ക് തുടങ്ങി. അപ്പോൾ ഈ വീട് നമുക്ക് എങ്ങനെയെങ്കിലും ഇത്രയും സ്ഥലത്ത് നമ്മളൊരു വലിയ വീട് കെട്ടണം. അതിനുവേണ്ടി നമ്മൾ ഒരു ഏജൻസിയൊക്കെ തുടങ്ങി, ക്ലീനിങ് ഏജൻസിയൊക്കെ തുടങ്ങി നമ്മൾ അതാണ് നമ്മുടെ പരിപാടി. ഫുൾ ക്ലീനൊക്കെ ചെയ്ത് സെറ്റാക്കാനാണ് നമ്മുടെ പരിപാടി മൊത്തം. അപ്പോൾ ഫസ്റ്റ് ആദ്യം നമ്മുടെ വീടൊന്ന് ക്ലീൻ ചെയ്യട്ടെ. ഇത് എന്തൊരു നമ്മുടെ വീട്. ആദ്യം നമുക്ക് ഇത് തന്നെ അങ്ങോട്ട് സെറ്റാക്കി വെക്കാം. ഓക്കെ ഓക്കെ ആയില്ലേ? ഇതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തിട്ട് അടുക്കി ഒന്ന് വെക്കട്ടെ. ഇതൊക്കെ ഇവിടെ ഇരിക്കട്ടെ. ഇവിടെ വീട് പരിപാടിയൊക്കെ ഒന്ന് ഇരുന്നിട്ട് പോടി. എടുത്തോളൂ. തിരിച്ചിടാണെങ്കിൽ ഇങ്ങനെ ഇടാം. ഇപ്പൊ തന്നെ വീടൊന്ന് ഇതായി. നമ്മുടെ കയ്യിൽ കാശില്ല, അതാണ് പ്രശ്നം. നമുക്ക് കാശൊക്കെ സെറ്റാക്കിയിട്ടാണ് വീടൊന്ന് സെറ്റാക്കി പണിയാൻ ട്രെയിൻ ചെയ്ത് വെച്ചേക്കാം. ഇനി നമുക്കൊരു പണി കിട്ടിയിട്ടുണ്ട്. നമുക്കൊരു പണി പണിയില്ല, ജോബ് കിട്ടിയിട്ടുണ്ട്. നോക്കട്ടെ. എക്സ്-ബോയ്ഫ്രണ്ട് സ്റ്റോൾ ദ റേഡിയേറ്റർ ഫ്രം മൈ ഹൗസ്. ഓക്കെ ഓക്കെ. എക്സ്-ബോയ്ഫ്രണ്ട് കാരണം നമുക്ക് പണി കിട്ടി, നമുക്ക് നല്ല കാര്യം. നമുക്ക് ക്ലീൻ ചെയ്യാം. ഓ, ആകെ അലങ്കോലാണ്. എക്സ്-ബോയ്ഫ്രണ്ട് എന്താണ് ഇതിന് മാത്രം ഇവിടെ ചെയ്ത്? ശകലകലാവല്ലഭൻ. ഇത് നമുക്ക് ക്ലീൻ ചെയ്യാം. അതാണ് നമ്മുടെ ടാസ്ക്. ഫസ്റ്റ് ഫ്ലോറിലിപ്പോൾ ക്ലീൻ ഡേർട്ട് 85. നമ്മുടെ ട്രാഷ് എല്ലാം റിമൂവ് ചെയ്തു. മൗണ്ട് ഡിവൈസ് മൗണ്ട് ചെയ്യണം അല്ലേ? നമുക്ക് റേഡിയേറ്റർ വന്ന് മേടിക്കാം. നമുക്ക് റേഡിയേറ്റർ മേടിക്കണം എന്ന് തോന്നണം. നമ്മൾക്ക് നമ്മുടെ ടാസ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനി ഡേർട്ട് ക്ലീൻ ചെയ്യാൻ. ഇനി എവിടെയാണ് നമുക്ക് ക്ലീൻ ചെയ്യാൻ പോകുന്നത്? ഓ, ഇതാണെന്ന് തോന്നുന്നു. ഓക്കെ, സെറ്റ്. നമുക്കൊന്ന് സ്ട്രേറ്റ് പിടിച്ചിടാം. ലിവിങ് റൂം നമ്മൾ വിളിച്ചത്. ഇനി ബെഡ്റൂം ഉണ്ട്. ബെഡ്റൂമും ബാത്റൂമും ഉണ്ട്. ബെഡ്റൂമിലെ ട്രാഷും ഡേർട്ടും മാത്രം ക്ലീൻ ചെയ്താൽ മതി. ബെഡ്റൂം ക്ലീൻ ആയിട്ടുണ്ട്. ബാത്റൂം നമുക്ക് സെറ്റാക്കാം. ഓക്കെ ഗൈസ്, മൊത്തം പരിപാടി കഴിഞ്ഞെന്ന് തോന്നുന്നു. പരിപാടി കഴിഞ്ഞിട്ടുണ്ട്. ഇതാണ് ബിഫോർ ആൻഡ് ആഫ്റ്റർ ലുക്സ് വരുന്നത്. നമ്മളെന്തൊരു സംഭവമാണല്ലേ. ലാസ്റ്റ് വീഡിയോ അങ്ങനെ നമുക്ക് ഞാൻ എക്സ്പെക്ട് ചെയ്യുന്ന ആരെങ്കിലും എക്സ്പെക്ട് ചെയ്യും 0 സബ്സ്ക്രൈബേഴ്സ് വെച്ച് ഇങ്ങനെ ഇത്ര വീഡിയോ ഇത്ര വ്യൂസ് വേണമെന്ന് ആരും നമുക്ക് എക്സ്പെക്ട് ചെയ്യത്തില്ല. ആരും കണ്ടിട്ടൊന്നുമില്ല. പക്ഷേ ഫ്യൂച്ചറിൽ നമുക്ക് ഏതെങ്കിലും ഒരു വീഡിയോ ക്ലിക്കായി പിന്നെ ആരെങ്കിലും ഒക്കെ കാണും എന്നുള്ള വിശ്വാസത്തിലാണ് ഇപ്പം ഇങ്ങനെയൊന്ന് നമ്മൾ സംസാരിക്കുന്നത്. എന്തായാലും ആ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു വിശ്വസിക്കുന്നു. ഓക്കെ, നമുക്ക് നമ്മുടെ ഈ ഇപ്പോഴത്തെ ബിസിനസ് കാര്യത്തിലേക്ക് നമുക്ക് കിടക്കാം. അപ്പോൾ ഇതൊന്ന് നമുക്കൊന്ന് ക്ലീൻ ചെയ്തെടുക്കണ്ടേ? വേറെ എന്തെങ്കിലും? ഓ, നമുക്ക് വേറെ പണി കിട്ടി കേട്ടോ. പണി കിട്ടി, ഇഷ്ടംമാതിരി പണിയുണ്ടല്ലോ. അപ്പോൾ നമുക്ക് ഫസ്റ്റ് മേളിൽ നിന്ന് തന്നെ തുടങ്ങാം. ഗ്യാരേജ് ക്ലീൻ ചെയ്യുന്നതിന് തുടങ്ങാം. നമുക്കിത് ചെളിയൊക്കെ ഒന്ന് സെറ്റാക്കാം.
ട്രാഷ് നമ്മൾ ഈ വിൻഡോ ക്ലീൻ ആകാനുണ്ടല്ലേ. ഓക്കെ, സെറ്റ്. അപ്പോൾ നമ്മുടെ ഗ്യാരേജ് ക്ലീൻ ആക്കിയിട്ടുണ്ട്. ഇനി എന്താ ബിഫോർ ആൻഡ് ആഫ്റ്റർ കാണാം. എങ്ങനെ ഇരുന്ന ഇങ്ങനെ ആയി. ഇതിപ്പോ എന്തായാലും ഇങ്ങനെ ഇരിക്കട്ടെ അല്ലേ. നമുക്ക് പുതിയൊരു വീട് മേടിക്കണ്ടായിരുന്നു, അതിനുള്ള പരിപാടി നോക്കാം. അപ്പോൾ ഞാനൊരു കാര്യം ചെയ്യാം. അപ്പോൾ നമുക്ക് ഫസ്റ്റ് കുറച്ച് കാശ് ഉണ്ടാക്കും. കാരണം അതാണ് നമ്മുടെ ആദ്യത്തെ ഗോള്. 35,000 രൂപ വേണം. നമ്മുടെ 31,000 ഉള്ളൂ. ഒരു 40,000 രൂപയുടെ ജോബ് സെറ്റ് ആക്കാൻ മതി. നമുക്ക് ബേബി ഉണ്ട്, ഇത് നമുക്ക് പെട്ടെന്ന് സെറ്റ് ആക്കാം. നമ്മുടെ കൊച്ചു വരാൻ പോകണം. അപ്പോൾ നമ്മൾ വീടൊക്കെ സെറ്റാക്കി സെലിബ്രേറ്റ് ചെയ്യാന്നുള്ള രീതിയിൽ സെറ്റാക്കി കൊടുക്കണ്ടേ. ഓക്കെ, ഫസ്റ്റ് ഡേർട്ട് ക്ലീൻ ചെയ്യാം. കോറിഡോർ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കുള്ളത് റൂംസ് ആണ്. എന്റെ പൊന്നി, എന്താ പറയുക, വർഷങ്ങളായിട്ട് ഇവിടെ ഇല്ലേ. കൂട്ടുകാരനായി പോയി. വിൻഡോ ക്ലീൻ ചെയ്യണം. സെറ്റ് തുറന്നു കിടക്കട്ടെ. കാറ്റ് വരട്ടെ. വിൻഡോ ക്ലീൻ ഉണ്ടല്ലോ. ഇവിടെ പറഞ്ഞ കൂടെ ഉണ്ട്. ഓക്കെ, ലിവിംഗ് റൂം കഴിഞ്ഞു. എന്താ പറയുക, ബാത്റൂമാണത്. സെറ്റ്, ബാത്റൂമും സെറ്റാക്കി. ഓ, ഓ എന്റെ പൊന്നി, പിങ്ക് വെച്ച് നമ്മൾ ഇത് കളർ ചെയ്യണം. ഇവിടെ ഇരുന്നിട്ടാണ്. ഓക്കെ, അടിയോളം സെറ്റായി. കൈയൊക്കെ ഞാൻ എടുക്കണം. കുറച്ച് വർക്ക് പെൻഡിങ് ഉണ്ട്. 2 വർക്ക് പെൻഡിങ് എടുക്കുക. ഓഫീസിൽ പോയിട്ട് വേണം അതൊന്ന് ഷെഡ്യൂൾ ആക്കാൻ. നമുക്ക് മേടിക്കണം അവിടെ കുറച്ച് സാധനങ്ങൾ. ബേബി കോട്ട് മേടിക്കണം, ബുക്ക് കേസ് മേടിക്കണം. എല്ലാം വെയിറ്റിൽ. ഇത് നമുക്ക് ഇവിടെ തന്നെ ആണുങ്ങളുടെ ഒരു ജോലി ഇത് മേടിക്കാം. പിങ്ക് തന്നെ ആയിക്കോട്ടെ.
അതാകുമ്പോൾ ഇതിന് മാച്ച് ആവുകയും ചെയ്യും. ഓക്കെ, ഒന്നുമില്ല പറഞ്ഞിട്ട് ഇതൊന്നും മേടിച്ചല്ലോ. ഒരു നോർമൽ പൗപ്പ്. അയ്യോ, നമ്മൾ മേടിച്ചത് ഇതാണ് പഫ്. ഇതായിരുന്നാണ് മേടിക്കണ്ടേ. അശ്ശോ, ഇവിടുത്തെ കാശ് കളഞ്ഞ്. ഇത് ഞാൻ ചോദിച്ചാൽ എൻ്റെ എവിടെയാന്ന് പറഞ്ഞേക്കാം. ഒരു ഉപകാരം നമുക്കൊരു പലഹാരം. തെറ്റ് പരിപാടി കഴിഞ്ഞു. എങ്ങനെ റൂമായി കിട്ടും. കാണുമ്പോൾ തന്നെ രസം. ഓക്കെ ഓക്കെ, നമുക്ക് നമ്മുടെ വീടിന്റെ കുറച്ച് പരിപാടി ഉണ്ട്. അതിന് പിന്നെ കാശ് എന്തൂരായി? 36,000. നമുക്ക് വേണമെങ്കിൽ ഇപ്പൊ ഒന്ന് മേടിക്കാല്ലേ. നമുക്ക് ഈ വീട് അങ്ങോട്ട് മേടിക്കാം. നമുക്കാദ്യം നമ്മുടെ വീടിന്റെ പരിപാടി നോക്കാം. വീട് ക്ലീൻ ചെയ്യാം. അകത്തും ആദ്യം ക്ലീൻ ചെയ്യാം. ഒരു ലാർജ് മൊത്തത്തില് വയ്ക്കാം. പെട്ടെന്ന് നമുക്ക് മേടിച്ചേക്കാം. കുമാരപ്പതി മേടിക്കാം. ഇത് വേണ്ട, ഇത് വേണ്ട, അതൊന്നും വേറെ മേടിക്കാം. അയ്യോ, അതോ പോയി. വൈകില്ലോ. അടിച്ചു വിടാ. ലണ്ടൻ ചെയ്യാനും വാങ്ങി. കുഴപ്പമില്ല. ജംഗിൾ സാധനം മേടിച്ച ഒരു ഡോർ പണി. എന്റെ പൊന്നാളിയ വീട് നോക്കി